കഴിഞ്ഞ ദിവസമായിരുന്നു ഗായകൻ വേണുഗോപാലിന്റെ മകൻ അരവിന്ദിന്റെ വിവാഹം നടന്നത്. വിവാഹത്തിന് നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു. എന്നാൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് സുജാതയുടെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ്. വേണുഗോപാലിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധവും സൗഹൃദവും അതുപോലെ വർഷങ്ങളുടെ പാരമ്പര്യവുമുള്ള ഒരു കുടുംബം തന്നെയാണ് സുജാതയുടെ കുടുംബം. എന്നാൽ സുജാതയും ശ്വേതയും കാണാനില്ലായിരുന്നല്ലോ എന്നാണ് പ്രേക്ഷകരുടെ പരാതി. അതിനുള്ള മറുപടിയുമായി ഗായകൻ എത്തുന്നുണ്ട്. സുജാതയും ശ്വേതയും ഇവിടെ ഇല്ലായിരുന്നു, അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ ഇവിടെ ഉണ്ടായിരുന്നേനെ. സുജാത ചേച്ചിയും മോഹൻ ചേട്ടനും ശ്വേതയും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. സുജു ന്യൂസിലൻഡിലാണ്, ശ്വേത ഇളയരാജയ്ക്കൊപ്പം പരിപാടിയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അടുത്ത ബന്ധുക്കളായിട്ടും സുജാത വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യം നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും സുജാതയെ തന്നെ ആയിരുന്നു എന്ന് പറയാം. ബേബി സുജാതയിൽ നിന്നും ഇപ്പോൾ വരെയുള്ള വളർച്ചയുടെ ഓരോ പടവുകളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വേണുഗോപാലും സുജാതയും ഒന്നിച്ചു പാടിയ പാട്ടുകളെല്ലാം ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ്. ഗാനമേളയ്ക്ക് പാടുന്നതിനിടയിലായിരുന്നു അരവിന്ദിന്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞത് എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഒന്നിച്ച് രാരീരോ പാടിയിരുന്നുവെന്ന് മുൻപൊരിക്കലൊരു അഭിമുഖത്തിൽ വേണുഗോപാൽ പറഞ്ഞിരുന്നു. സുജാതയെ സുജു എന്നാണ് വിളിക്കാറുള്ളത്. ശ്വേതയെ സ്വന്തം മകളെ പോലെ തന്നെയാണ് എപ്പോഴും വേണുഗോപാൽ കാണാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഒരു സൗഹൃദം. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദിന്റെ വിവാഹത്തിന് സുജാതയും കുടുംബവും ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത്. സുജാതയെ കാണാതായപ്പോൾ അത് വേണുവിനോട് ചോദിക്കാനുള്ള മനസ്സ് പ്രേക്ഷകർ കാണിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ക്ഷണിക്കാതിരിക്കില്ല, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരാത്തത്. പ്രേക്ഷകർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ തമ്മിൽ പിണക്കമായോ എന്ന് ചോദിച്ചു വന്നവരുമുണ്ട്. പിണക്കമാണെങ്കിൽ അത് ഉടനെ മാറ്റണേ. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ആ കുടുംബത്തിന്റെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രിയമാണ്. ഇങ്ങനെയാണ് പലരും കമന്റുമായി എത്തുന്നത്. വേണുഗോപാലിന്റെ മകൻ അരവിന്ദിന്റെ വിവാഹം അത്യാഡംബരപ്രദമായി തന്നെയാണ് അച്ഛൻ ഒരുക്കിയത്. മകന്റെ ഇഷ്ടത്തിന് ഞങ്ങളും ഒപ്പം നിൽക്കുന്നു. അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അവൻ സ്വന്തമാക്കി. അതിന് ഞങ്ങളുടെ അനുഗ്രഹവും ഞങ്ങൾ നൽകുന്നുണ്ട് എന്നായിരുന്നു വേണുഗോപാൽ ആദ്യം മകന്റെ വിവാഹ വാർത്ത അറിയിച്ചുകൊണ്ട് പറഞ്ഞത്. വേണുഗോപാലിന്റെ അമ്മയെ മകൻ പോയി കണ്ടതും ഇവർ അനുഗ്രഹം വാങ്ങിക്കാൻ നിന്നതും ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷങ്ങളും വേണുഗോപാൽ ചിത്രങ്ങളാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ വിവാഹം എന്നായിരിക്കുമെന്നുള്ളൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലെങ്കിലും ഇത്തരത്തിലുള്ള വിശേഷ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാൻ മിടുക്ക് തന്നെയാണ് വേണുഗോപാലിനുള്ളത്. അരവിന്ദിന്റെയും വധുവിന്റെയും ചിത്രങ്ങൾ ആദ്യം പങ്കുവെച്ചുകൊണ്ടെത്തിയതും വേണുഗോപാലിന്റെ മകൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് പ്രേക്ഷകർ അറിഞ്ഞതുമെല്ലാം വേണുഗോപാലിന്റെ പോസ്റ്റിലൂടെ തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നത് നമുക്കിതിലൂടെ കാണാനും സാധിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.